ഇ ഡി കേസുകൾ ഒതുക്കാൻ ഇഡിക്ക് ഏജന്റുമാർ എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര ഏജൻസിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഉന്നത ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് കമ്മീഷണർക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നതാണ് വന്ന വിവരങ്ങൾ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വളരെ വിപുലമായ ബന്ധം, വലിയ വിപുലമായ തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണ് സംശയിക്കപ്പെടുന്നത്. അതുതന്നെയാണല്ലോ ഇപ്പോൾ ഇതിൽ നിന്നൂടെ വെളിപ്പെടുന്ന കാര്യം. വിജിലൻസിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് എവിടെയാണ്? കൂടുതൽ പരാതിക്കാർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടോ? ഇപ്പോൾ സംസാരിച്ച പരാതിക്കാരൻ എവിടെയാണുള്ളത്? അദ്ദേഹത്തിൻ്റെ പരാതി എന്തായിരുന്നു? ഇഡിക്ക് ഏജന്റുമാർ, കേസ് ഒതുക്കി തീർക്കാൻ ഇ ഡി വലിയ തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. സംസ്ഥാന വിജിലൻസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നിരവധി പരാതിക്കാർ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നൊരു പരാതിക്കാരൻ രംഗത്ത് വന്നതിന് പിന്നെ ഇന്നൊരു മറ്റൊരു പരാതിക്കാരൻ കൂടി രംഗത്ത് വരികയാണ്. കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. വിപുലമായ സംഘം സംസ്ഥാനത്ത് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇ ഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വലിയ ബന്ധമുണ്ട് എന്ന സംശയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സംസാരിച്ച പരാതിക്കാരൻ, അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്താണ്? സജിത്ത്, ഈ പരാതിക്കാരനാണ്, അതായത് കൊല്ലത്തു നിന്നുള്ള വ്യാപാരിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുതലുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതായത് വിജിലൻസ് കേസെടുത്തിട്ടുള്ള എല്ലാ കേസുകളും ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ അനീഷാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഈ അനീഷിന്റെ പരാതിയിന്മേലാണ് വിജിലൻസ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിൽസൺ, അതുപോലെ തന്നെ മുകേഷ് മുരളി, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രഞ്ജിത്ത് വാര്യർ. ഈ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ കൃത്യമായ എവിഡൻസോട് കൂടി തന്നെയാണ് അനീഷ് സംസാരിക്കുന്നത്. കാരണം ഈ ഇ ഡി കേസ്, ഇ ഡി നോട്ടീസ് അയക്കുന്നു, 2024 സമൻസ് അയക്കുന്നു. സമൻസിന് ശേഷം പിന്നീട് ഈ ഏജന്റ് വന്ന് കാണുകയാണ്. 2 കോടി രൂപ നൽകിയാൽ ഈ കേസ് സെറ്റിൽ ചെയ്യാമെന്നുള്ള തരത്തിലേക്ക് ഏജന്റ് വിളിക്കുകയാണ്. നിരവധി തവണ വിളിച്ച ശേഷമാണ് അനീഷിനെ നേരിട്ട് കാണുന്നത്. അതേസമയം ഇ ഡിയുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യമെന്ന് വ്യക്തതയോട് കൂടി അനീഷ് പറയുന്നത് ഇതാണ്. വിൽസൺ കൃത്യമായി, അതായത് താൻ ഇ ഡിയുമായി ബന്ധമുള്ള ആളാണ് എന്ന് വ്യക്തത വരുത്താൻ വേണ്ടി സമൻസ് അയപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. ഇയാൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞ ദിവസം തന്നെ ഇ ഡി ഓഫീസിൽ നിന്ന് വീണ്ടും അനീഷിന് സമൻസ് വരുന്നുണ്ട്. അതിനുശേഷം, അതായത് 2024 ആദ്യത്തെ സമൻസ് നൽകി അതിനുശേഷം ചോദ്യം ചെയ്യൽ നടന്നതിന് ശേഷം വീണ്ടും 3 തവണ സമൻസ് അയച്ചുവെന്നാണ് അനീഷ് വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലിന് ശേഷം, അതായത് ചോദ്യം ചെയ്യൽ നടന്നു, PMLA വകുപ്പ് പ്രകാരമാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹം ബെയിലിന് സമീപിച്ചിരുന്നു, സുപ്രീം കോടതിയിൽ ബെയിലിന് സമീപിച്ചിരുന്നു. പക്ഷേ ഇത് ക്രൈം റിലേറ്റഡ്, അതായത് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ബെയിലിന്റെ ആവശ്യമില്ല എന്നാണ്. അതേസമയം 14 ദിവസത്തെ സമയം സുപ്രീം കോടതി രേഖകൾ ഹാജരാക്കാൻ അനീഷിന് അനുവദിച്ചിരുന്നു. അതിനുശേഷം, അതായത് അപ്പോഴാണ് ഈ ഇ ഡി ഓഫീസിൽ നിന്ന് രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ, രാധാകൃഷ്ണനാണോ എന്നുള്ള പേരിൽ അനീഷിന് വ്യക്തതയില്ല എങ്കിലും രാധാകൃഷ്ണൻ എന്ന ഇ ഡിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. 15ാമത്തെ ദിവസം നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള മട്ടിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് അനീഷ് വ്യക്തത വരുത്തുന്നുണ്ട്. അതായത് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ അല്ലാതെയും മറ്റ് ഇ ഡി ഉദ്യോഗസ്ഥരും ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് വ്യക്തത വരുത്തുന്ന തരത്തിലാണ് വ്യാപാരി നമ്മളോട് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വിദേശത്തുള്ള, അതായത് ഈ കശുവണ്ടി ഫാക്ടറിയുടെ ടേൺ ഓവർ കാണിച്ചിരിക്കുന്നതിൽ വ്യക്തതയില്ല, അത് കള്ളക്കണക്കാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താൻസാനിയയിലുള്ള അനീഷിന്റെ കമ്പനിയുടെ ടേൺ ഓവർ കൂടി വ്യക്തത വരുത്തണമെന്നാണ് ഇ ഡി പിന്നീട് ആവശ്യപ്പെട്ടിരുന്നത്. വിദേശത്തുള്ള ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് നൽകണമെന്നാണ് അനീഷിന്റെ ആവശ്യപ്പെട്ടിരുന്നത്. അനീഷ് ഇപ്പോൾ നമ്മളോട് തന്നെ പറയുന്നുണ്ട്, എനിക്കതിൽ, അതായത് എൻ്റെ കയ്യിൽ ആ രേഖയില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ രേഖകളും ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ടാൻസാനിയയിലെ രേഖകൾ എടുക്കാൻ ഇവർക്ക് എംബസി വഴി ഒരു ചെറിയ ആപ്ലിക്കേഷൻ കൊടുത്താൽ ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ തനിക്കത് അത്ര പ്രോപ്പർ ചാനലിൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് തൻ്റെ കയ്യിൽ ഇല്ലാത്തതും തനിക്കിത് എടുക്കാനും പറ്റാത്തതും എന്ന് അനീഷ് പറയുന്നുണ്ട്. അതിൽ വ്യക്തത വരുത്തി എന്തുകൊണ്ടാണ് ആ രേഖകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായില്ല. അതേസമയം ഈ ഒരു ഡിസ്കഷന് ശേഷമാണ് ഈ 2 കോടി രൂപ ആവശ്യപ്പെട്ടത്. അതായത് 4 തവണ 50 ലക്ഷം രൂപ വീതം മുംബൈയിലുള്ള അക്കൗണ്ടിലേക്ക്, ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് നൽകണമെന്നാണ് വിൽസൺ ആവശ്യപ്പെട്ടത്. അതിൽ 2 ലക്ഷം രൂപ അല്ലാതെയും നൽകണം. ഈ 2 ലക്ഷം രൂപ പണമായി
നൽകണമെന്നാവശ്യപ്പെട്ട ഇതിനാണ് അനീഷ് വിജിലൻസിനെ സമീപിക്കുന്നതും വിജിലൻസ് ഈ കേസിൽ ഇടപെടുന്നതും ചെയ്യുന്നത്. ഈ സമയം ശേഖർ കുമാറിനെതിരെ കൃത്യമായ തെളിവുകളോട് കൂടി മാത്രമേ അയാളുടെ അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് കൂടുതൽ പരാതികൾ. അതായത് ED അന്വേഷണ കേസുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതിയിലും പാരലായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന് ശേഷം ഈ ഒരു ടീം തന്നെയാണോ അതായത് ഇപ്പൊ ഈ വിൽസൺ, മുകേഷ് മുരളി, ഈ ശേഖർ കുമാർ തുടങ്ങിയ ആളുകൾ ചേർന്നിട്ടുള്ള ഈ ഒരു ടീം തന്നെയാണോ ആ തട്ടിപ്പിനും പിന്നിലെന്നുള്ള കാര്യം കണ്ടെത്തണമെന്നും വിജിലൻസ് ഓഫീസിൽ നിന്നും അറിയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടി അതായത് 10ഓളം പരാതികളാണ് ഇതിന് പാരലായിട്ട്, അതായത് ഈ അനീഷിന്റെ പരാതി വന്ന ശേഷം തുടർന്ന് വന്നിരിക്കുന്നത്. ഇനിയും പരാതികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ അതിൽ 3 പരാതികളിൽ പരാതിക്കാർ കൃത്യമായ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് സംസ്ഥാനത്ത് എന്നല്ല ദേശീയ തലത്തിൽ തന്നെ EDയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിലേക്ക് ഈ കേസ് മാറുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം EDയിൽ ശേഖർ കുമാർ അല്ലാതെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യാപാരി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ED ഓഫീസിൽ ഇവർ ഇതുമായി സമൻസുമായി ബന്ധപ്പെട്ട് ചെന്നിരുന്ന സമയത്ത് ED ഓഫീസിലേക്ക് EDയുടെ ഉദ്യോഗസ്ഥനല്ലാതെ ഒരാൾ, അതായത് ഇവർ കണ്ടിട്ടുള്ള ഒരാൾ കയറിപ്പോകുന്നുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് ഈ മുകേഷ് ആണ്, അതായത് മുകേഷ് മുരളി എന്ന് പറയുന്ന ഈ രാജസ്ഥാൻ സ്വദേശിയാണ് എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. TV-യിൽ കണ്ടപ്പോഴാണ് ഇയാളാണല്ലോ അയാളെന്ന് വ്യക്തത ഉണ്ടായത് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് EDയുടെ ഉദ്യോഗസ്ഥരല്ലാത്ത ആളുകൾക്ക് പോലും യാതൊരു സെക്യൂരിറ്റി പ്രൊഹിബിഷനും ഇല്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് ED ഓഫീസ് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. വിൽസനെ പലതവണയും ED ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വിൽസൺ പറഞ്ഞിട്ടുള്ള സാധ്യതകൾ, അതായത് EDയുമായി കണക്ട് ചെയ്യുന്ന സാധ്യതകൾ കൃത്യമാക്കുന്ന തരത്തിലാണ് പിന്നീടുള്ള എല്ലാ നീക്കങ്ങളും. അതായത് സമൻസ് അയക്കാം എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ പോയിട്ട് ED ഓഫീസിൽ പോയിട്ട് EDയുമായുള്ള എൻ്റെ ബന്ധം വ്യക്തമാക്കാൻ സമൻസ് അയപ്പിക്കാമെന്ന് പറയുന്നതിലൂടെ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഈ അനീഷിന് സമൻസ് കിട്ടുകയും ചെയ്തിരുന്നു. 3 തവണയാണ്, അതായത് ആദ്യം തവണ ചോദ്യം ചെയ്യാൻ വിളിച്ച ശേഷം പിന്നീട് 3 തവണയാണ് സമൻസ് വന്നത്. സുപ്രീം കോടതി അതിന് ശേഷമാണ് സമീപിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യാപാരി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൂത്തുക്കുടിയിലേക്ക് ബിസിനസ് സംരംഭങ്ങളൊക്കെ മാറ്റിയിരിക്കുകയാണ്, ഓഫീസ് അവിടേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നും അനീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഈ കേസിൽ സജിത്ത് വ്യക്തത വരികയാണ്, കൃത്യമായ വ്യക്തത വരികയാണ്. കാരണം ED എന്ന് പറയുന്ന സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയാണ്, അതും ഉന്നത ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഇപ്പോൾ വെളിപ്പെടുത്തിയുള്ള രാധാകൃഷ്ണൻ എന്ന പേരായിട്ടുള്ള EDയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇദ്ദേഹത്തെ അനീഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇതിലും ഇക്കാര്യത്തിൽ അതായത് EDയുടെ ഉദ്യോഗസ്ഥരുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കൈക്കൂലി ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുന്നത്. അതുകൊണ്ട് തന്നെ ED മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസുകളിലൊക്കെ ഈ അന്വേഷണം ഉണ്ടായേക്കാം. ഇപ്പോൾ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.